السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. نحمده ونصلي ونسلم على رسوله الكريم. أما بعد. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നന്മകൾ ഒരുപാട് ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രു അവൻ്റെ സ്വന്തം നഫ്സ് തന്നെയാണ്. യൂസുഫ് നബി അലൈഹിസ്സലാം പറയുന്നതായിട്ട് അള്ളാഹു സൂറത്ത് യൂസുഫിൽ പറയുന്നുണ്ട്, ഇന്നൻ നഫ്സല അമ്മാറത്തും ബിസ്സൂ. മനുഷ്യൻ്റെ മനസ്സെന്ന് പറയുന്നത് എപ്പോഴും ഇച്ഛകളിലേക്കും തെറ്റുകളിലേക്കുമൊക്കെ പെട്ടെന്ന് ആകൃഷ്ടമായി പോകുന്നതാണ്. അതിനെ അള്ളാഹുവിൻ്റെ ത്വഅത്തിലായി അവൻ ഇഷ്ടപ്പെടുന്ന രീതിയിലേക്കാക്കി വഴിതിരിച്ച് വിടുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അത്തരത്തിൽ നമ്മൾ വഴിതെറ്റി പോകുമ്പോഴൊക്കെ നേർവഴിയിലാക്കുന്ന തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു ചാലക ശക്തിയായി വർത്തിക്കുന്ന ഒരു കാര്യം എപ്പോഴും നമുക്കുണ്ടാകണം. ഒന്നുകിൽ അത് നമ്മൾ ദീനിയായ കാര്യങ്ങൾ എപ്പോഴും കേട്ടുകൊണ്ട്, ദീനിയായ സദസ്സുകളിൽ പങ്കെടുത്തുകൊണ്ട്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയും ഒക്കെ ഒരുപാട് പ്രചാരം നേടിയ ഈ കാലത്ത് അത്തരത്തിലുള്ള മാർഗങ്ങളൊക്കെ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ നഫ്സിനെ ഈമാനികമായ ഒരു അവസ്ഥയിൽ എപ്പോഴും കാത്തു സൂക്ഷിക്കാൻ വേണ്ടി സാധിക്കും. അത്തരത്തിൽ ഇന്ന് ഒരുപാട് സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നമസ്കരിക്കാനും ദിക്റുകൾ പറയാനും മറ്റുമൊക്കെ നമ്മെ ഓർമ്മിപ്പിക്കുന്ന പല രീതിയിലുള്ള സംവിധാനങ്ങളുണ്ട്. ചില ആളുകൾ അതിനു വേണ്ടിയിട്ട് അലാറം വെക്കുന്നത് കണ്ടിട്ടുണ്ട്. തഹജ്ജുദിന്, അതുപോലെ തന്നെ മറ്റുള്ള നമസ്കാരത്തിന്റെ ആപ്ലിക്കേഷനുകളുണ്ട്. അതിൽ കൃത്യമായ നമസ്കാരത്തിന്റെ സമയമാകുമ്പോൾ നമ്മുടെ ലൊക്കേഷൻ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്ക് കൊടുക്കും. ഇനി അതല്ല, മറ്റു ചില ആളുകൾ അവരുടെ സ്വന്തം ഫോണിന്റെ അലാറം ഉപയോഗിച്ചുകൊണ്ട് നമസ്കാരത്തിന് വേണ്ടി അലാറം വെക്കുന്നവരുണ്ട്. ഇഷ്റാഖ് നിസ്കാരത്തിന് വേണ്ടി, ളുഹാ നമസ്കാരത്തിന് വേണ്ടി, ഇങ്ങനെയുള്ള അല്ലെങ്കിൽ ദിക്റുകൾ, സുബഹിക്കും അസറിനും ശേഷമുള്ള ദിക്റുകൾ പൂർത്തിയാക്കാൻ വേണ്ടി, ഇത്തരത്തിൽ ദുനിയവിയായ ചുറ്റുപാടുകളിൽ, അതിന്റെ മാഹോലുകളിൽ, പരിസരങ്ങളിൽ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ ഉണ്ടാവുകയാണെങ്കിൽ, നമ്മൾ അഥവാ വിട്ടുപോവുകയാണെങ്കിൽ, അത് നമുക്ക് വീണ്ടും ചെയ്യാനുള്ള ഒരു ഓർമ്മിപ്പിക്കലാകും അത്. അങ്ങനെ കുറച്ചു കാലം നമ്മൾ പരിശ്രമിച്ച് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി അത് മാറ്റുകയാണെങ്കിൽ, പിന്നീട് നമുക്ക് ആ അമലുകൾ നമ്മുടെ നിത്യജീവിതത്തിൽ ചെയ്യൽ വലിയ എളുപ്പമായി തീരും. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി, അഹദുക്കും ഹത്താ യകൂന ഹവാഹു തബ്അൻ ലിമാ ജിഅ്തു ബിഹി. നിങ്ങളിൽ ഒരാളും പൂർണ്ണ മുഅ്മിനാവുകയില്ല ഏതുവരെ ഞാൻ കൊണ്ടുവന്ന നടപടിക്രമങ്ങൾ ഓരോന്നും അവന്റെ സ്വന്തം ഇച്ഛയായി മാറുന്നത് വരെ. അഥവാ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ മനുഷ്യന്റെ ഇച്ഛ തെറ്റുകളിലേക്ക് ചായുന്നതാണ്. പക്ഷെ അത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ചെയ്ത് നമ്മുടെ ജീവിതത്തിന്റെ താളം, നമ്മുടെ ജീവിതത്തിന്റെ ചിട്ട നബി തങ്ങളുടെ സുന്നത്താകുന്നത് വരെയും നമ്മൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കണം. പ്രത്യേകിച്ച് ഫിത്നയുടെയും ഷർറുകളുടെയും ഒക്കെ ഒരുപാട് വലയങ്ങൾ നമുക്ക് ചുറ്റുമുള്ള ഈ കാലത്ത് നമ്മൾ ജീവിക്കുമ്പോൾ പ്രത്യേകമായും ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അത്തരത്തിലുള്ള ചെറിയ ഒരു സംവിധാനം പരിചയപ്പെടുകയുണ്ടായി. അത് നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. അതെനിക്ക് ഒരുപാട് ഉപകാരം ചെയ്തതായിട്ട് ഞാൻ കാണുകയുണ്ടായി. അഥവാ നമ്മൾ ചെയ്യുന്ന അമലുകൾ നമുക്ക് രേഖപ്പെടുത്തുകയും അതിനെക്കുറിച്ച് നമുക്ക് ഹിസാബ് ചെയ്യാൻ ഉമർ റളിയല്ലാഹു അൻഹുമൊക്കെ ഒരുപാട് സമയങ്ങളിൽ പറയുമായിരുന്നു. അല്ലെങ്കിൽ ഹദീസിന്റെ ആശയങ്ങളിലൊക്കെ നമുക്കത് കാണുവാൻ സാധിക്കും. ഹാസിബു ഖബല അൻ തുഹാസബു. നിങ്ങൾ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പായി സ്വന്തം നിങ്ങൾ വിചാരണ ചെയ്യണം. മഹാന്മാരായ സ്വഹാബാക്കളും താബിയകളും തുബോ താബിയകളുമായ സലഫു സ്വാലിഹ്യങ്ങൾ, പണ്ഡിതന്മാർ, അവരൊക്കെ എല്ലാ ദിവസവും അവരുടെ സ്വന്തത്തെ കുറിച്ച് വിചാരണ ചെയ്യുമായിരുന്നു എന്ന് അവരുടെ ചരിത്രങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. അത്തരത്തിലുള്ള ഒരു മുഹാസബത്തുൻ നഫ്സ് ഇന്നത്തെ കാലത്ത് നമ്മളെ ഓർമ്മിപ്പിക്കാനുള്ള ഒരു സംവിധാനമായി ഇതെനിക്ക് തോന്നുകയുണ്ടായി. അത് നിങ്ങളുമായി പങ്കുവെക്കണമെന്ന്
ഞാൻ ആഗ്രഹിച്ചു. പ്രത്യേകിച്ച് ഇന്ന് 2026 ജനുവരി 1 നമ്മളെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിമീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പുതുവർഷം എന്ന് പറയുന്നത് മുഹറം 1 എങ്കിലും നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ ഒരുപാട് പേര്, നമ്മളുമൊക്കെ പല പല നല്ല തീരുമാനങ്ങളും നല്ല നല്ല പ്ലാനിങ്ങുകളും ഒക്കെ നടത്തുന്ന ഈ സന്ദർഭത്തിൽ അത്തരത്തിലുള്ള ഒരു ഉപകാരത്തിലേക്ക് നിങ്ങൾക്കിത് മുതൽക്കൂട്ടാവുമെന്ന് കരുതി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഗൂഗിളിന്റെ പ്ലേ സ്റ്റോർ തുറന്നു കഴിഞ്ഞാൽ അവിടെ ഡെയിലി ഡീഡ്സ് എന്ന് നിങ്ങൾ അടിച്ചു കൊടുക്കുക. ഇവിടെ ഏറ്റവും മുകളിൽ കാണുന്ന അത് നിങ്ങൾ അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു ആപ്ലിക്കേഷന് നിങ്ങൾക്കതിൽ കാണുവാൻ സാധിക്കും. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരുപാട് ഓപ്ഷനുകൾ അതിലുണ്ട്. അത് ചെറിയ രൂപത്തിൽ ഞാനത് കാണിച്ചു തരാം. ഇവിടെ നമ്മൾ ആണാണോ പെണ്ണാണോ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഇന്നലെ എങ്ങനെയാണ് നമസ്കരിച്ചത് എന്നാണ് ചോദിക്കുന്നത്. അത് നമ്മൾ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ജമാഅത്തായിട്ടാണ് നമസ്കരിച്ചതെങ്കിൽ ഇവിടെ പ്രൈഡിൻ ജമാ എന്ന് കൊടുക്കുക. അതുപോലെ തന്നെ ളുഹർ നമ്മൾ ഏത് രീതിയിലാണ് നിസ്കരിച്ചതെന്നുണ്ടെങ്കിൽ അത് ഇവിടെ കൊടുക്കാം. അസർ പ്രൈഡിൻ ജമാ. ഇനി മഗ്രിബ് നമ്മൾ ഒറ്റക്കാണ് നമസ്കരിച്ചതെങ്കിൽ പ്രൈഡ് ഓൺ ടൈം എന്ന് കൊടുക്കാം. ഇശാ നമ്മൾ ലേറ്റ് ആണ് ഖളാ ആയിട്ടാണ് നിസ്കരിച്ചതെങ്കിൽ ഇവിടെ പ്രൈഡ് ലേറ്റ് എന്ന് കൊടുക്കാം. അപ്പോ നമ്മുടെ പെർഫോമൻസ് റിപ്പോർട്ട് ഇങ്ങനെയാണ് കാണിക്കുക. നമ്മൾ ജമാഅത്തായിട്ട് നമസ്കരിച്ചതാണെങ്കിൽ അത് ഗ്രീനില്, അതുപോലെ ഒറ്റക്ക് നിസ്കരിച്ചത് യെല്ലോയില്, നമ്മൾ ഖളാ ആയത് റെഡില് എന്നിങ്ങനെയാണ് കൊടുക്കുക. പിന്നെ ഇവിടെ ലെറ്റ്സ് സ്റ്റാർട്ട് ബിസ്മില്ല എന്നുണ്ട്. അവിടെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഓൺ ആയിട്ട് വരും. പിന്നെ നമ്മൾ ഇവിടെ ഓരോ ദിവസത്തെ ഇപ്പൊ ഫജർ ഞാൻ ഇന്ന് എങ്ങനെയാണ് നിസ്കരിച്ചതെന്നുള്ള ഇവിടെ എനിക്ക് കൊടുക്കാൻ കഴിയും. അതുപോലെ ളുഹർ, അസർ, മഗ്രിബ്, ഇശാ ഒക്കെ ഉണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒക്കെ ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, പുതിയ ഒരു ഇപ്പൊ നമ്മള് സുന്നത്ത് നോമ്പ് എല്ലാ മാസവും ഒരു നോമ്പ് അല്ലെങ്കിൽ 3 നോമ്പ് നമ്മൾ അനുഷ്ഠിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കാം. മാസത്തിലുള്ള സുന്നത്ത് നോമ്പ് എന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ പേര് എഴുതിയിട്ട് ഇവിടെ ഫ്രീക്വൻസി ഉണ്ട്. അതായത് നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യമാണോ ആഡ് ചെയ്യണത്, അതല്ല വീക്കിലി ചെയ്യുന്ന കാര്യമാണോ, അതിന് ഡെയിലി എത്ര പ്രാവശ്യം ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ വീക്കിലി നമ്മൾ 1 പ്രാവശ്യമാണോ 2 പ്രാവശ്യമാണോ, ഇപ്പൊ മന്ത്ലി, ഇപ്പൊ നമ്മൾ മന്ത്ലി ആണ് നമ്മൾ പിന്നെ ചൂസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ കലണ്ടർ ഗ്രിഗോറിയൻ ആണോ ഇസ്ലാമിക് ആണോ എന്നുണ്ടോ. അപ്പൊ നമ്മൾ മാസത്തിലുള്ള 3 ദിവസത്തെ നോമ്പ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്താണെന്ന് പറഞ്ഞതാണ്. അപ്പൊ നമ്മൾ ഇസ്ലാമിക് കലണ്ടർ എടുക്കും. എന്നിട്ട് അതിന്റെ ദിവസങ്ങൾ ഏതാണ് എന്ന് ഉണ്ടാവും. അതിവിടെ ആസ് ഓഫൺ ആസ് എന്ന് പറഞ്ഞാൽ അത് ഏതെങ്കിലും ഒക്കെ ഒരു ദിവസം എന്നാണ്. പക്ഷെ സെലക്ടഡ് ഡേയ്സ് കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യാം, അയ്യാമുൽ ബീദ് അല്ലെ, 13, 14, 15 ദിവസങ്ങളിൽ നോമ്പ് നോൽക്കൽ സുന്നത്താണ്. അത് നമ്മൾ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഇവിടെ ക്രിയേറ്റ് ഡീഡ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമുക്കൊരു ഐക്കൺ സെലക്ട് ചെയ്യണം. ഓക്കെ, ഐക്കൺ ഇവിടെ നമുക്ക് എന്തെങ്കിലും നമുക്കൊരു ഐക്കൺ, നോമ്പ് നോൽക്കുന്ന ഐക്കണ്, എന്തെങ്കിലും നമുക്കൊരു ഐക്കണ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഓക്കെ, നമുക്കൊരു ക്രിയേറ്റ് ഡീഡ് എന്ന് കൊടുത്താൽ നമ്മളെ മാസം പൂർണ്ണമാകുമ്പോൾ എന്ത് ചെയ്യും, അത് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാനായിട്ട് വരും. അത് മാസത്തിലായിട്ട് കൊടുത്തതുകൊണ്ടാണ് അങ്ങനെ വന്നത്. പിന്നെ റവാത്തിബ് സുന്നത്തുകൾ നമ്മൾ നിസ്കരിച്ചത് ടിക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഇവിടെ കൊടുത്താൽ അതിവിടെ വരും. സുന്ന ബിഫോർ ഫജർ, ളുഹർ, ആഫ്റ്റർ അസർ എന്നിങ്ങനെയുള്ള ആഡ് ഡീഡ് എന്ന് കൊടുത്താൽ പിന്നെ നമ്മൾ ബാക്ക് അടിച്ച് നോക്കിയാൽ ഇവിടെ എന്തുണ്ടാവും, നമ്മളിപ്പോ ഇശാ നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ ഇവിടെ ഇശാ നമ്മൾ ജമാഅത്തായിട്ടാണോ നിസ്കരിച്ചത് എന്നും കൊടുക്കാനുണ്ടാവും. അതുപോലെ തന്നെ സുന്നത്ത് നിസ്കരിച്ചോ അല്ലെങ്കിൽ ഇല്ലേ എന്നും കൊടുക്കാനുണ്ടാവും. ഓക്കെ, ആ രൂപത്തിലാണ് അത് ആഡ് ചെയ്യുക. പിന്നെ നമ്മൾ ആഡ് ചെയ്യാൻ ഇവിടെ തറാവീഹ് ഉണ്ട്, അതുപോലെ തന്നെ ഇഷ്റാഖ് ഉണ്ട്, ളുഹ ഉണ്ട്, തഹജ്ജുദ് ഉണ്ട്. അപ്പൊ തഹജ്ജുദൊക്കെ നമ്മൾ ഇവിടെ ആഡ് ചെയ്യണമെങ്കിൽ എല്ലാ ദിവസവും നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ആഡ് എന്ന് കൊടുത്താൽ ബാക്കോട്ട് നമ്മൾ പോയി നോക്കി കഴിഞ്ഞാൽ ഇവിടെ തഹജ്ജുദ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ തഹജ്ജുദ് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ മിസ്ഡ് എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് പിന്നെ തഹജ്ജുദിന്റെ റീസൺസ് നമുക്ക് ഇവിടെ സേവ് ചെയ്യുക. ഇനി തഹജ്ജുദ് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റഡ് എന്ന് കൊടുക്കാം.
അപ്പൊ ആ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, തഹജ്ജുദ് ഇവിടെ ആഡ് ചെയ്യാം, പിന്നെ വിത്ർ ആഡ് ചെയ്യാം, തഹിയത്തുൽ മസ്ജിദ്, തഹിയത്തുൽ വുളു, അഥവാ തഹിയത്തുൽ മസ്ജിദ് പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കൽ സുന്നത്താണ്. അതുപോലെ തന്നെ വുളു എടുത്തു കഴിഞ്ഞാൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കൽ വിധങ്ങൾ പഠിപ്പിച്ചെന്നതാണ്. പിന്നെ ഈദുൽ ഫിത്തർ, അതൊക്കെ നമുക്ക് ഡേറ്റ് സെറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നോമ്പ് നോൽക്കുന്നതിൻ്റെത് ഇതിൽ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് നോമ്പുകളുണ്ട്. ആഷുറ, ഷവ്വാലിലെ 6 നോമ്പ്, പിന്നെ ദുൽഹിജ്ജയിലെ നോമ്പ്, ദുൽഹിജ്ജയിലെ 9 ദിവസം, ആദ്യത്തെ 9 ദിവസം നോമ്പ് നിൽക്കുന്നത് വളരെ സുന്നത്തുള്ളതാണ്. അതുപോലെ തന്നെ വൈറ്റ് ഡേയ്സ് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ അയ്യാമുൽ ബീളാണ്. അതുപോലെ തന്നെ ആഴ്ചയിൽ തിങ്കളും വ്യാഴവും സുന്നത്തായ നോമ്പുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ദഅവത്തിന്റെയും അതുപോലെ തന്നെ പഠനവുമായി ബന്ധപ്പെട്ട് ഉള്ള കുറെ കാര്യങ്ങളുണ്ട്. നമ്മൾ ഒരു ദിവസം എത്ര ഖുർആൻ ഓതി അത് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് വെക്കാം. നമ്മൾ എത്ര പിന്നെ ആയത്താണ്, അല്ലെങ്കിൽ നമ്മൾ എത്ര മിനിറ്റ് ആണ്, അല്ലെങ്കിൽ എത്ര മണിക്കൂറാണ്, അല്ലെങ്കിൽ എത്ര ജുസ് ആണ്, സൂറത്താണ്, പേജാണ് എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ സെറ്റ് ചെയ്ത് വെക്കാം. അതൊക്കെ ഇപ്പോൾ ഹിഫ്ലൊക്കെ പഠിക്കുന്നവരാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ പേജ് എന്ന് കൊടുത്തിട്ട് ഇവിടെ പിന്നെ 50 എന്നുള്ളത് 20 ആക്കിയാൽ 20 പേജ്, അഥവാ ഒരു ദിവസം ഒരു ജുസ് ഓതുന്ന രൂപത്തിൽ അത് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഖുർആൻ കേൾക്കുക, ഇനി ഓതാൻ കഴിയാത്തവർക്ക് എന്ത് ചെയ്യാം, എല്ലാ ദിവസവും ചുരുങ്ങിയത് ഇത്ര സമയം, 2 മണിക്കൂറാണുള്ളത് ഇവിടെ, അല്ലെങ്കിൽ നമുക്കത് മിനിറ്റ് ആക്കാം, ഇനിയുള്ളതില്ലെങ്കിൽ ഇത്ര ആയത്താക്കാം, അത് ഞാൻ ദിവസവും കേൾക്കും എന്നുള്ള രൂപത്തിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചാൽ, നമ്മളൊരു നോട്ടിഫിക്കേഷനും സെറ്റ് ചെയ്ത് വെച്ചാൽ, നമ്മൾ എപ്പോഴാണോ രാത്രിയാണെങ്കിൽ രാത്രി ഇശാസ്കാരം കഴിഞ്ഞിട്ടുള്ള ഒരു സമയം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചാൽ ഡെയിലി റിമൈൻഡർ നമുക്ക് വരും. അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അന്നന്ന് നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തി വെക്കാൻ പറ്റും. എന്നിട്ട് അത് ഒരാഴ്ച കൂടുമ്പോഴോ അല്ലെങ്കിൽ 10 ദിവസം കൂടുമ്പോഴോ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്താൽ എത്രത്തോളം നമ്മൾ അമലുകൾ ചെയ്യുന്നുണ്ട്, നമ്മൾ നിസ്കാരങ്ങൾ കൃത്യമാണ്, ജമാഅത്തായിട്ട് പങ്കെടുക്കാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പള്ളിയിൽ പോകാതെ ഒറ്റയ്ക്ക് എത്ര നിസ്കരിക്കുന്നുണ്ട്, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു വിചാരണ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ ഖുർആൻ കാണാൻ പഠിക്കുന്നുണ്ട്, മെമ്മറൈസ് ഖുർആൻ. പിന്നെ ഇവിടെ അറബി ഭാഷ പഠിക്കുന്നുണ്ട് അല്ലെ. അറബി ഭാഷ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാഷയാണ്, ഖുർആനിന്റെ ഭാഷയാണ്, സ്വർഗത്തിലെ ഭാഷയാണ്. ഒരുപാട് പിന്നെ അതിന് പ്രത്യേകതകളുണ്ട്. പിന്നെ ഇവിടെ ലിസൺ ടു ലെക്ചേഴ്സ്, നമ്മളെന്തെങ്കിലും പ്രഭാഷണങ്ങളോ വാളുകളോ നസീഹത്തുകളോ ഒക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ കേൾക്കണം എന്നുണ്ടെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാം, അതിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇസ്ലാമികമായ പുസ്തകങ്ങൾ വായിക്കുന്നത്, പിന്നെ കമാൻഡിങ് ഗുഡ്, മറ്റൊരാൾക്ക് നസീഹത്ത് നല്ലത് പറഞ്ഞു കൊടുക്കുന്നത്, ഫോർബിഡിങ്, അതുപോലെ തന്നെ ശൈത്താനിൽ നിന്ന് മാറി നടക്കുന്നത്, ഇസ്ലാമിലേക്ക് ദാവത്ത് ചെയ്യുന്നത്, ഇസ്ലാമിനെ പഠിപ്പിച്ചു കൊടുക്കുന്നത്, എന്നിങ്ങനെ എന്തൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഇവിടെ ഓൾറെഡി ആഡുള്ള സാധനങ്ങളുണ്ട്. അതിന്റെ പുറമെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്വന്തമായിട്ട് നല്ല നന്മകൾ നമുക്ക് ഉണ്ടാക്കിയിട്ട് ഇതിൽ സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ സോഷ്യൽ വർക്കുകൾ, നമ്മളെ ഉപ്പയും ഉമ്മയെയും സന്ദർശിക്കുന്നത്, സഹോദരങ്ങളെ ഫോൺ വിളിക്കുന്നത്, നമ്മുടെ അയൽവാസിയെയോ കൂട്ടുകാരനെയോ ഒക്കെ സഹായിക്കുന്നത്, ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത്, ഭാര്യയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നത്, രോഗിയെ സന്ദർശിക്കുന്നത്, അതുപോലെ തന്നെ മയ്യത്തിനെ ദഫൻ ചെയ്യാനും മയ്യത്തിനെ അനുഗമിക്കാനും ഒക്കെ അതിൽ പങ്കെടുക്കുന്നത്, സ്വതക്ക കൊടുക്കുന്നത്, മറ്റുള്ളവർക്ക് കടം കൊടുക്കുന്നത്, മറ്റുള്ളവർക്ക് ഹദിയകൾ കൊടുക്കുന്നത്, ഗിഫ്റ്റുകൾ കൊടുക്കുന്നത്, മറ്റൊരാളെ സന്തോഷിപ്പിക്കുന്നത്, ആർക്കെങ്കിലും ഒക്കെ വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കുന്നത്, എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഇങ്ങനെ, ഇന്നത്തത് ഞാൻ ഫജ്ർ ജമാഅത്തായി നിസ്കരിച്ചു, അതിന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കരിച്ചു, ഇങ്ങനെ സേവ് ചെയ്തു. അപ്പൊ 5 റീസൺ, ഫജ്റിന് വേണ്ടിയിട്ടുള്ള 5 റീസൺ എന്തൊക്കെയാണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫാമിലി, അതുപോലെ തന്നെ ഖുർആന്, ഫ്രണ്ട്സ്, എഡ്യൂക്കേഷൻ, ദാവ എന്നിങ്ങനെ കൊടുത്ത് സേവ് ചെയ്താൽ അപ്പൊ അത് ഇവിടെ ഉണ്ടാവും. അതുപോലെ തന്നെ ലുഹർ നമ്മൾ ജമാഅത്തായിട്ട് നിസ്കരിച്ചു, ലുഹറിന് മുമ്പുള്ള സുന്നത്ത് നിസ്കരിച്ചു, ലുഹറിന് ശേഷമുള്ളത് നിസ്കരിച്ചിട്ടില്ല എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ നിസ്കരിച്ചിട്ടുണ്ടെന്ന് കൊടുക്കുക, 4 റക്അത്ത് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കുക. നമ്മളിവിടെ നിസ്കരിച്ചിട്ടില്ല എന്ന് കൊടുത്താൽ എന്താ വരിക എന്ന് നമുക്ക് നോക്കാൻ പറ്റും. റീസൺ നമുക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്താൽ മതി. പിന്നെ അസർ നമ്മൾ ജമാഅത്ത് പങ്കെടുത്തില്ല, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഓൺ ടൈം കൊടുക്കുക. പിന്നെ മഗ്രിബ് നമ്മൾ പിന്നെ ലേറ്റ് ആയിട്ട് നിസ്കരിച്ചു, സുന്നത്തും നിസ്കരിച്ചില്ല, ഇത് ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് കാണിച്ചതാണ്. ഓക്കെ. പിന്നെ ഇഷാ അതുപോലെ ജമാഅത്തായി നിസ്കരിച്ചു പക്ഷേ സുന്നത്ത് നിസ്കരിച്ചില്ല, സേവ് ചെയ്യുക. തഹജ്ജുദ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു,
ഇങ്ങനെയാണ് നമ്മൾ കൊടുത്തതെങ്കിൽ നമുക്കിതാ ഈ രണ്ടാമത്തെ ഓപ്ഷനിൽ പോയാൽ നമ്മളെ കാര്യങ്ങൾ ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, 31-ാം തീയതി നമ്മൾ ഇങ്ങനെ ചെയ്തത്, 1-ാം തീയതി നമ്മൾ ഇങ്ങനെ ചെയ്തത്. ജമാഅത്തായിട്ട് നമുക്ക് എത്ര നിസ്കാരം കിട്ടി? 60% കിട്ടിയിട്ടുള്ളൂ. അത് 3 പ്രാവശ്യം നമുക്ക് കിട്ടി. ഓൺ ടൈം നമുക്ക് 1 കിട്ടി. അതായത് നമ്മൾ ഒറ്റയ്ക്ക് നിസ്കരിച്ചത് 1 പ്രാവശ്യം, ഖളാ ആയത് 1 പ്രാവശ്യം. അതുപോലെ തന്നെ നിസ്കരിക്കാത്തത് 0 പ്രാവശ്യമാണ്. അപ്പൊ ഫർളിൻ്റെതാണിത്. സുന്നത്തിന്റെ നമുക്ക് ഇവിടെ നോക്കിയാൽ സുന്നത്തിന്റെ കാണാൻ കഴിയും. ഫജറിൻ്റെത് 100% കിട്ടിയിട്ടുണ്ട്, ലുഹറിന്റെ കിട്ടിയിട്ടുണ്ട്, പക്ഷെ ആഫ്റ്റർ ലുഹർ കിട്ടിയിട്ടില്ല. അപ്പൊ ഇത് കുറെ ദിവസത്തെ ചെയ്യുമ്പം ഇവിടെ വലിയ നല്ല രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് നല്ല രീതിയിലുള്ള ശതമാനക്കണക്കുകൾ കാണാൻ പറ്റും. ഇതിപ്പോ ഒരു ദിവസത്തെ മാത്രം ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒന്നില്ലെങ്കിൽ 100% ഗ്രീൻ അല്ലെങ്കിൽ 100% റെഡ് ഒക്കെ ആയിട്ട് നിൽക്കുന്നത്. നമ്മൾ തഹജ്ജുദ് നിസ്കരിച്ചത് ഇവിടെ നമ്മൾ എത്ര പ്രാവശ്യം നിസ്കരിച്ചു, ഇപ്പൊ ഇവിടെ ഗ്രീൻ ആണുള്ളത്. അപ്പൊ നമ്മൾ നിസ്കരിക്കാത്ത ദിവസങ്ങൾ അടയാളപ്പെടുത്തുമ്പോൾ അവിടെയൊക്കെ റെഡ് ആയിട്ടുണ്ടാവും. അപ്പൊ ഈ രൂപത്തിൽ എന്ത് ചെയ്യാം, നമ്മൾ ഇത് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഉപയോഗിച്ച് നമുക്കിത് പഠിക്കാൻ പറ്റും. അതുപോലെ നോട്ടിഫിക്കേഷന് നമുക്ക് ഡെയിലി റിമൈൻഡർ വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം. അത് നമ്മൾ സെറ്റിങ്സിൽ പോയിട്ട് എന്ത് ചെയ്യണം, നോട്ടിഫിക്കേഷൻ അലോ ചെയ്യണം. ഓക്കെ, എന്നിട്ട് ഇവിടെ ഡെയിലി റിമൈൻഡർ കൊടുത്താൽ ഓക്കെ. അപ്പൊ ഇവിടെ ടൈം നമുക്ക് മാറ്റാം. ഇപ്പൊ ഇവിടെ 20:30 അഥവാ 8:30ക്കാണ് ഇവിടെ ടൈം ഉള്ളത്. ഓക്കെ, അത് നമുക്ക് അങ്ങനെ തന്നെ കൊടുക്കാം. നമുക്കിവിടെ നമ്മളെ ഡീഡ്സുകൾ മാനേജ് ചെയ്യാൻ പറ്റും. തഹജ്ജുദ് നമുക്ക് എന്തെങ്കിലും തിരുത്തലുകൾ വേണമെങ്കിൽ അത് ചെയ്യാം. തഹജ്ജുദ് ഓൾറെഡി ഇതിലുള്ളതാണ്. നമ്മൾ ആഡ് ചെയ്ത ഡീഡ്സ് ഉണ്ടല്ലോ, അതിവിടെ നമുക്ക് മാറ്റി തിരുത്തലുകൾ വരുത്താം. നമ്മുടെ ഡാറ്റ ബാക്കപ്പ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ഫോൺ മാറിയാലോ കളഞ്ഞു പോയാലോ ആപ്ലിക്കേഷൻ ഡിലീറ്റ് ആയി പോയാലോ ഒക്കെ ആ ഡാറ്റ എപ്പോഴും അവിടെ ഉണ്ടാകും. അതുപോലെ തന്നെ ഇതിന്റെ തീം ലൈറ്റ് ആണോ ഡാർക്ക് ആണോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പൊ ഇത്തരത്തില് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ ഉപയോഗപ്പെടുത്തിയിട്ട് നമുക്ക് നമ്മളെ സ്വന്തത്തിന് ഹിസാബ് ചെയ്യുന്നത് നമുക്ക് എപ്പോഴും ഒരു 10 ദിവസം കഴിഞ്ഞാൽ 20 ദിവസം കഴിഞ്ഞാൽ ഒരു മാസത്തതൊക്കെ നമ്മുടെ നിസ്കാരങ്ങളും നമ്മുടെ നോമ്പുകളും നമ്മുടെ ദിക്റുകളും നമ്മുടെ സ്വലാത്തുകളും എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്ന് സ്വന്തമായിട്ട് വിലയിരുത്താൻ പറ്റും. അതിനനുസരിച്ച് അതിനടുത്ത ദിവസങ്ങളിൽ നമുക്കതിൽ മാറ്റം വരുത്താൻ വേണ്ടി പറ്റും. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നന്മയിൽ മുന്നേറാനും പരസ്പരം സഹായിക്കാനും അതിനുവേണ്ടി എന്തൊക്കെ മാർഗങ്ങളുണ്ടോ അതൊക്കെ ഉപയോഗപ്പെടുത്താനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.